ജപ്പാനിലേക്ക് പഠനത്തിനും ജോലിക്കും വിസ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പിനിരയായവർക്ക് ആശ്വാസവുമായി കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജാപ്പനീസ് ലാംഗ്വേജ് അക്കാദമി ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്നതിനായി ഈ മാസം 20-ന് വെബിനാർ സംഘടിപ്പിക്കുന്നു. തട്ടിപ്പ് തിരിച്ചറിയാനുള്ള ബോധവൽക്കരണം കൂടിയാണ് ഈ വെബിനാർ. ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ആളുകളെ ജപ്പാനിലേക്ക് എത്തിച്ച കോഴിക്കോട് ആസ്ഥാനമായി കേരളത്തിനകത്തും പുറത്തുമായി പ്രവർത്തിക്കുന്ന ജാപ്പനീസ് ലാംഗ്വേജ് അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ ഇതിനോടകം ശ്രദ്ധ നേടിയിട്ടുണ്ട്. വിദേശ വിദ്യാഭ്യാസ തട്ടിപ്പുകൾ വ്യാപകമാകുന്നതിനിടെ ഈ വർഷം 65 പേരെ സ്കോളർഷിപ്പോടെ ജപ്പാനിലേക്ക് ഉപരിപഠനത്തിനായി അയച്ചിട്ടുണ്ട് ഈ അക്കാദമി. ജപ്പാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുവാനുള്ള വ്യത്യസ്ത വഴികൾ, വിസ, യോഗ്യത, അപേക്ഷാരീതികൾ തുടങ്ങിയവയെക്കുറിച്ച് അക്കാദമി വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. ആദ്യഘട്ടത്തിൽ ജാപ്പനീസ് ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാവശ്യമായ JLPTN 5 കോഴ്സിൽ ട്രെയിനിംഗ് കൊടുക്കും. ബിടെക് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് ജപ്പാനിൽ PG കോഴ്സ് പഠിക്കാനുള്ള സൗകര്യമാണ് ചെയ്തു കൊടുക്കുന്നത്. ഒപ്പം സ്കോളർഷിപ്പും പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള അവസരവും ഒരുക്കും. അതുപോലെ +2 കഴിഞ്ഞവർക്ക് ജാപ്പനീസ് ലാംഗ്വേജ് സ്കൂളിൽ പഠിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത്. ഇതിനുശേഷം ക്യാമ്പസ് ഇന്റർവ്യൂ വഴിയും മറ്റ് ഇന്റർവ്യൂ വഴിയും ജോലി ലഭിക്കും. കോഴിക്കോട് ഡോക്ടർ സുബിൻ വാഴയിലിന്റെ നേതൃത്വത്തിലും കണ്ണൂരിൽ NV സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുമാണ് ക്ലാസുകൾ നടക്കുന്നത്. കണ്ണൂർ അക്കാദമിയിൽ തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ ഓൺലൈനായും ശനിയാഴ്ച ഓഫ്ലൈനുമായാണ് ക്ലാസുകൾ. കോഴിക്കോട് ഓൺലൈനായാണ് ക്ലാസുകൾ. ഈ രംഗത്ത് വ്യാപക തട്ടിപ്പുകൾ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനാൽ ഇതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനും ജപ്പാനിലേക്ക് പോകാനുള്ള വ്യത്യസ്ത വഴികൾ ജനങ്ങളിലെത്തിക്കാനും അക്കാദമി ഈ മാസം 20-ന് വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. തട്ടിപ്പിനിരയായവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകുക എന്നതും ലക്ഷ്യമിടുന്നു. 1:30-ന് ജപ്പാനിലെ ജോലി സാധ്യതകളും അവസരങ്ങളും എന്ന വിഷയത്തിലാണ് വെബിനാർ നടക്കുന്നതെന്ന് പാർട്ണർ രാജ് പ്രവീൺ പറഞ്ഞു. ഞങ്ങളിത് നടത്താനുള്ള മെയിൻ കാരണം ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പല ജപ്പാനീസിലേക്ക് കൊണ്ടുപോകുക SSW വിസയിലേക്ക് ജോലിയാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് കുറേ കുട്ടികളെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ലാംഗ്വേജ് ട്രെയിനിങ് പല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കേരളത്തിൻ്റെ പല ഭാഗത്തുമായിട്ട് അവർക്ക് പൈസ അടക്കുകയല്ലാതെ അവർക്കത് കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുട്ടികളെ കൊണ്ടുപോകാനോ ഒന്നും പറ്റിയിട്ടില്ല. അങ്ങനത്തെ കുട്ടികൾ പലരും ഞങ്ങളെ കോൺടാക്ട് ചെയ്തതുകൊണ്ട് ഞങ്ങൾ ഫ്രീ ആയിട്ട് ജപ്പാനിലുള്ള ഒരു റിക്രൂട്ടിംഗ് ഏജൻസി, ഇന്ത്യയുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു റിക്രൂട്ടിംഗ് ഏജൻസി ഈ തിങ്കളാഴ്ച 1:30-ന് ഒരു വെബിനാർ നടത്തുകയാണ്. ആ വെബിനാറിലൂടെ ക്വാളിഫൈഡുള്ള കുട്ടികൾക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ട് ജപ്പാനിൽ ജോലി ചെയ്യാനുള്ള സാധ്യത ചെയ്തു കൊടുക്കുന്നതാണ്. സ്പെസിഫൈഡ് സ്കിൽഡ് വർക്ക് മീൻസ് ഇപ്പോൾ ഇലക്ട്രീഷ്യനാണെങ്കിൽ ഇലക്ട്രിക്കൽ, ഇപ്പം ഓരോ ഇൻഡസ്ട്രിക്കും അതിൻ്റെതായുള്ള സ്കിൽഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഉണ്ടായാൽ മതി. അതാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റും. അത് പക്ഷേ നമ്മളെന്ന് വെച്ചാൽ ജപ്പാനീസ് ലാംഗ്വേജ് മസ്റ്റാണ്. ഇപ്പോൾ സ്കിൽഡ് വർക്കർ ആകുമ്പം ജപ്പാനീസ് ലാംഗ്വേജ് N4 ലെവൽ വേണം. N4 ലെവൽ പാസ്സായ കുട്ടികളെ നമുക്ക് ഫ്രീ ആയിട്ട് ജപ്പാനിൽ ജോലി ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റും ജപ്പാനീസ് ഗവൺമെൻറ്റും തമ്മിലൊരു പുതിയൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അതിൻ്റെ ഇതിലാണ് ഇത് ചെയ്യുന്നത്. ഈ വെബിനാർ അതിനെക്കുറിച്ച് ഓപ്പർച്യൂണിറ്റീസാണ് ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഒരു വർഷത്തിൽ 2 തവണ മാത്രമാണ് റിക്രൂട്ട്മെന്റ് നടക്കുക. കണ്ണൂരിൽ G മാളിന് സമീപത്തുള്ള KTP ടവറിലാണ് ജാപ്പനീസ് ലാംഗ്വേജ് അക്കാദമി പ്രവർത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.